ഇന്ന് ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാവരും കണ്ണുകൾ അടച്ചത് പ്രാർത്ഥിക്കണം. എല്ലാവരും നിർബന്ധമായ കണ്ണുകൾ അടയ്ക്കുക. പ്രാരംഭ സമയത്ത് ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളും ദൈവവുമായി സംസാരിക്കാനുള്ള സമയമാണ്. ഇപ്പോൾ നിങ്ങളും ദൈവവുമായി സംസാരിക്കാനുള്ള സമയമാണ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണം. എത്ര പേര് പറയും പരിശുദ്ധാത്മാവേ എന്നോട് സംസാരിക്കണമേ, എന്റെ വിഷയത്തിന് വേണ്ടി ദൈവമേ ഇടപെടണമേ, ദൈവത്തിന്റെ സാന്നിധ്യം പറഞ്ഞു മൂടണമേ. ഹൃദയം മുറുകിയതൊക്കെ ഹൃദയം മുറുകി ആരെയും ഇതിനകത്ത് വന്നിട്ടുണ്ടോ? യഹോവ നിന്റെ അടുത്ത് വന്നിരിക്കുക. പരിശുദ്ധാത്മാവ് ചില സഹോദരിമാരൊക്കെ വിളിച്ചു പറയുന്നു, ഹൃദയം മുറുകി മുറിപ്പെട്ട് ഭാരപ്പെട്ട ഇതിനകത്ത് നിങ്ങൾ ഇരിക്കണേ. ദൈവാത്മാവ് വിളിച്ചു പറയുക, നിങ്ങളുടെ മുറിവുകളെ ശമരിയക്കാരൻ കെട്ടാൻ പോവാ. നല്ല ശമരിയക്കാരൻ ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ അസാധാരണമായ മഹത്വം വെളിപ്പെടുകയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ നദികളിൽ കണ്ടണം. നാം ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഒന്ന് സമർപ്പിക്കണം. ഹല്ലേലൂയ എന്നെ നന്നായി ഞാൻ സമർപ്പിക്കുകയാണ്. കർത്താവേ, ജീവിതത്തിൽ എന്ത് പ്രതികൂലം വന്നാലും ഈ ദൈവത്തെ വിട്ട് ഞാൻ പോകില്ല. എത്ര പേര് പറയും? എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാല്, എത്ര വലിയ പ്രതികൂലം വന്നാല്, എത്ര വലിയ ഞെരുക്കം വന്നാലും ഇതിനൊന്നും എന്നെ തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനകത്ത് ഇരിക്കുന്നേ. എത്രയോ പേർക്ക് ഇതിനകത്ത് ജോലി ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കൊണ്ടുവന്നതാ. കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ ആകർഷിച്ചിട്ടല്ലാതെ ഒരുവനും ഇതിന്റെ അകത്ത് വരത്തില്ല. ദൈവത്തിന്റെ ആലയത്തിൽ വരണോ? ക്രിസ്തു ആകർഷിക്കണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ കൊള്ള പങ്കിട്ട അനുഭവം എന്റെ ജീവിതത്തിൽ ഒരുക്കുന്നു. എത്ര പേര് വിശ്വസിക്കുന്നു? ഒന്ന് കരങ്ങൾ ഉയർത്തിയേ. ഹല്ലേലൂയ. എല്ലാവരും ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ചേ. ഹല്ലേലൂയ. എന്റെ കുറ്റമായി ഞാൻ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. എന്നെ നന്നായി കഴിയണമേ അപ്പാ. അങ്ങനെ രക്തക്കലിനെ ശുദ്ധീകരിക്കണേ അപ്പാ. നേരായ വഴി തന്നെ ഒന്ന് നടത്തണേ അപ്പാ. എനിക്ക് വഴി അറിയില്ലപ്പാ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ അപ്പന്റെ വഴി എനിക്കൊന്ന് കാണിച്ചു തരണമേ. മരുഭൂമിയുടെ അകത്താണോ സഹോദരി? വേദനയുടെ ആഴങ്ങളിലാണോ സഹോദരാനി? ദൈവാത്മാവ് പറയുന്നു, ആ വേദനയുടെ അകത്ത്, ആ മരുഭൂമിയുടെ മണ്ഡലത്തിന്റെ അകത്ത് ദൈവം നിനക്ക് വേണ്ടി ചിലത് തുറക്കാൻ പോകുന്നു. ആർക്കും അടയ്ക്കാൻ പറ്റാത്ത ചില വീടുകളെ തുറക്കാം. ദൈവത്തിന് പാഠ്യതയുണ്ട്. ഹല്ലേലൂയ. 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 ദൈവത്തിന്റെ ശക്തമായ ചലനം വ്യാപരിക്കുക. ശക്തമായി നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാ. എല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും ആരും വിടാതിരിക്കരുത്. എല്ലാവരും പ്രാർത്ഥിക്കണം. ഉപവാസത്തിന്റെ ആദ്യത്തെ ദിവസമാണ്. ഉപവാസത്തോടെ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവം ചലിക്കും. ഞാൻ ഒരു കാര്യം പറയാം, നീ ഇവിടെ ഉപവാസത്തോടെയാണോ വന്നത്? ദൈവം ചലിക്കും. മനുഷ്യ ചലിച്ചില്ലെങ്കിൽ ദൈവം ചലിക്കും. മനുഷ്യ ചലിച്ചില്ലെങ്കിൽ ദൈവം ചലിക്കും. ഭയങ്കര സന്തോഷമുണ്ടായിരുന്നു. കാരണം ഇത്രയും പ്രതികൂലമായ സാഹചര്യത്തിന്റെ അകത്ത് കർത്താവിനെ കാണിക്കുന്ന ഒരു വെളിപ്പാടാ. ശിഷ്യന്മാര് പേടിച്ചൊരു മുറിയിനകത്ത് ഇരിക്കുന്ന ഒരു വെളിപ്പാട് കർത്താവിനെ കാണിക്കുക. എന്തുകൊണ്ടെന്നറിയാമോ? യഹൂദന്മാരെ കൊന്നു മുടിക്കാൻ വേണ്ടിയിട്ട് ഹെരോദ രാജാവിന്റെ സൈന്യം പുറത്തുണ്ട്. ഹല്ലേലൂയ. പീലാത്തോസിന്റെ സൈന്യം പുറത്തുണ്ട്. പക്ഷെ ആരാധിക്കുന്ന ദൈവ വൈതലേ, നിനക്കെതിരെ എത്ര വലിയ പദ്ധതികൾ ദുഷ്ടൻ അധികാരം കൊണ്ട് തയ്യാറാക്കിയാൽ ഞാൻ ഒരു കാര്യം പറയാം, പ്രാർത്ഥനയിൽ മുട്ടുമടക്കുന്ന നിന്റെ മുമ്പിൽ ഇതൊന്നും വിലപോകത്തില്ല. കാരണം നീ നടക്കുന്നത് ദൈവാത്മാവിലാണ്. ആരുടെയൊക്കെ മേൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഞാൻ വ്യക്തിപരമായി പേര് വിളിച്ചില്ലേ, നിനക്കുള്ള ദൂതാണെങ്കിൽ ആമേൻ പറഞ്ഞോളാം. ഇന്നത്തെ ദൂതിന്റെ അകത്ത് ദൈവാത്മാവിന് വലിയ തടസ്സങ്ങൾ ഉണ്ടായി. ഹല്ലേലൂയ. ഒട്ടനവധി തടസ്സങ്ങൾ ഉണ്ടായിട്ടും ആ തടസ്സങ്ങളൊന്നും നോക്കാൻ ഇതിന്റെ അകത്ത് കയറിയിരിക്കുന്ന ചിലതിനോടുള്ള ദൂത. കല്ല് സ്വതവേ മാറിയത് നീ കാണും. കല്ലറയ്ക്കലേക്ക് ഓടുന്നത് എന്തിനാ? മൃതദേഹം കാണാൻ, യേശുവിന്റെ ആ ശരീരമെങ്കിലും ഒന്ന് എടുത്തുകൊണ്ട് പോകാൻ. ഞാനൊരു കാര്യം പറയട്ടെ, മറിയയും ശലോമയും തമ്മി നോക്കി പറഞ്ഞു, ആര് കല്ല് ഉരുട്ടി മാറ്റുക. അവര് കല്ലറയ്ക്ക് ചെന്നപ്പോ കല്ല് ഉരുട്ടി കളഞ്ഞതായി കണ്ടു. ദൈവം
നിന്റെ ഉദരത്തിൽ നിന്റെ കുഞ്ഞ് ഉരുവാകുന്നതിന് മുമ്പേ കണ്ട ഒരു അപ്പൻ നിനക്കുണ്ട്. നഷ്ടപ്പെട്ടു പോകില്ല, നഷ്ടപ്പെട്ടു പോകത്തില്ല. ഇപ്പൊ ഉടഞ്ഞതായ നിങ്ങൾ കാണണേ. പക്ഷെ പരിശുദ്ധാത്മാവ് പറയുന്നു, പണിയുന്ന ദൈവം ആ കുടുംബ ജീവിതത്തെ പണി. അത് അത്ഭുതകരമായിരിക്കും. ദൈവത്തിന്റെ പ്രവൃത്തികൾ എപ്പോഴും അത്ഭുതകരമാണ്. നമ്മുടെ കണ്ണുകൊണ്ട് അത് മനസ്സിലാക്കാൻ പറ്റില്ല, നമ്മുടെ ചിന്ത കൊണ്ട് മനസ്സിലാക്കാൻ പറ്റത്തില്ല. നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഏലിയാവിന് ഒരു കാക്കയെ കൊണ്ട് ആഹാരം കൊടുക്കുന്നു. ഇതുവരെയും കാക്ക ഒരു മനുഷ്യന് ആഹാരം കൊടുത്തത് ഞാൻ കണ്ടില്ല. നമ്മുടെ കയ്യിൽ എന്തേലും ഉണ്ടെങ്കിൽ കാക്ക എന്ത് ചെയ്യും മക്കളെ? തട്ടിപ്പറിക്കുന്ന സ്വഭാവമുള്ള കാക്കയുടെ കയ്യില് ഏലിയാവിന് ആഹാരം കൊടുത്തയച്ച ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കണേ. നമ്മുടെ സാഹചര്യ വിഷയമല്ല, വിഷയമല്ല, മരുഭൂമി വിഷയമല്ല, ആ പെരുവെള്ള വിഷയമല്ല. ആ സാഹചര്യത്തിന്റെ അകത്ത് നിനക്ക് വേണ്ടി പലരും നോക്കിയിരിപ്പുണ്ട്. നീ എപ്പോ തകരുമെന്ന് നോക്കിയിരിപ്പുണ്ട്, എന്ന് അവസാനിക്കുമെന്ന് നോക്കിയിരിക്കുന്നുണ്ട്. നിന്നോട് ദൈവാത്മാവ് വിളിച്ചു പറയുന്നു, നീ തകരാൻ നോക്കിയിരിക്കുന്നവരുടെ മുമ്പിൽ നിന്റെ തലയിൽ കിരീടം വയ്ക്കുക. കർത്താവ് ബിസിനസിന്റെ അകത്ത് നോക്കിയിരിപ്പുള്ളവരുണ്ട്, ശുശ്രൂഷയ്ക്കകത്തുണ്ട്, ജോലി സ്ഥലത്തുണ്ട്, നിന്റെ കുടുംബക്കാരുടെ ഇടയിലുണ്ട്. ആ വ്യക്തികളുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ വിളിച്ചു പറയുന്നു. തകരാൻ ആഗ്രഹിക്കുന്നവരുടെ മധ്യത്തിൽ പരിശുദ്ധാത്മാവിന്റെ പണിയോ. ആർക്കുമില്ലാത്ത ശോധനയിലൂടെയാണോ സഹോദരി നീ പോകുന്നത്? ആർക്കുമില്ലാത്ത വേദനയിലൂടെയാണോ സഹോദര നീ പോകുന്നത്? എങ്കിൽ ഞാൻ നിന്നോട് പറയാ, ആർക്കുമില്ലാത്ത ഭാവി നിനക്ക് വേണ്ടി എന്റെ ദൈവം തുറക്കും. ഫ്യൂച്ചർ ലൈഫ് പരിശുദ്ധ വ്യക്തമായി ഒരു ഫ്യൂച്ചർ ലൈഫിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഒരു നല്ല കാലം എനിക്ക് മടക്കി തരണമെന്ന് പ്രാർത്ഥിക്കുന്ന ഒട്ടനവധി സഹോദരിമാർ ഇതിനകത്തുണ്ട്. കർത്താവ് പറയുന്നു, ശുഭകരമായി എന്നെ അഭ്യസിപ്പിക്കുന്ന ഒരു ദൈവം ഈ ആലയത്തിന്റെ അകത്ത് നിൽപ്പുണ്ട്. എത്ര പേർക്ക് ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നുണ്ട്? എത്ര പേർക്ക് ദൈവ സാന്നിധ്യം കഴിയുന്നുണ്ട്? ദൈവത്തെ ആരാധിച്ചു തുടങ്ങിയാട്ടെ. വളരെ സമയം നമുക്കുണ്ട്. ഹല്ലേലൂയ. ദൈവം എന്ന വലിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ അകത്ത് ചെയ്യുക. ദൈവത്തിന്റെ സമയത്തിന് മുമ്പേ ഇറങ്ങാൻ നിൽക്കരുത്. ദൈവത്തിന്റെ സമയത്തിന് മുമ്പേ എഴുന്നേൽക്കാൻ നിൽക്കരുത്. ദൈവത്തിന്റെ സമയത്ത് നീ ഇരിക്കുകയും ചെയ്യരുത്. ആരുടെയോ ദൈവത്തിന്റെ ദൂത എത്ര വർഷം മുമ്പ് നീ രക്ഷിക്കപ്പെട്ടതെന്നുള്ള ഒരു കർത്താവിന്റെ സന്നിധിയില് അത് വലിയ കാര്യമൊന്നുമല്ല. ദൈവത്തിനൊരു സമയമുണ്ട്. 2025 എന്റെ വാഗ്ദത്തത്തിന്റെ സമയമുള്ളത് ദൈവം എന്നോട് സംസാരിച്ച ഞാൻ ഇരിക്കാൻ പോയ കർത്താവിന് വാഗ്ദത്തം വെളിപ്പെടുത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മനുഷ്യനെ നോക്കരുത്, പ്രതിഫലം നോക്കരുത്, മാന്യതകൾ നോക്കരുത്. നോക്കാതെ ഓടിത്തുടങ്ങ്. നന്മയും കരുണയും നിന്റെ പുറകെ ഓടും. ഒരു മനുഷ്യനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ നടക്കാൻ ശ്രമിക്കരുത്. ഒരാളെ നിങ്ങൾക്ക് കണ്ണും പൂട്ടി വിശ്വസിക്കാൻ ഞാൻ പറയാം, പരിശുദ്ധാത്മാവിനെ ഒരിക്കലും ചതിക്കയില്ല. പരിശുദ്ധാത്മാവിനെ ഒരിക്കലും മാറ്റി നിർത്തത്തില്ല. പരിശുദ്ധാത്മാവ് ഒരിക്കലും നിന്നെ കുറിച്ച് കുറ്റം പറയില്ല. ബലഹീനത ഉണ്ടെങ്കിൽ പറഞ്ഞു തരും പരിശുദ്ധാത്മാവ്. ക്ലിയർ ആകാനാ, കുറ്റം പറയാനല്ല. മനുഷ്യൻ അങ്ങനെയല്ല. ഞാനൊരു കാര്യം പറഞ്ഞു, മനുഷ്യൻ നിന്റെ കുറവുകളെ നോക്കുമ്പോൾ എന്റെ കർത്താവ് നിന്റെ ബലഹീനതകളെ നോക്കി നിന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. നിനക്ക് ബലഹീനത ഉണ്ടെന്ന് അറിയാം സിസ്റ്ററെ, അറിയാമെന്ന്. നിനക്ക് ഈ ബലഹീനത എനിക്കറിയാം. കർത്താവ് പറയുവാ, മോളെ നിനക്ക് ആ ബലഹീനത കർത്താവ് അറിയാം. ആ ബലഹീനത വച്ചുകൊണ്ടിരിക്കാൻ ഞാൻ നിന്നെ സ്നേഹിക്കാത്തത്. മനുഷ്യൻ പറയും, നിനക്ക് ഈ കുറവുണ്ടല്ലോ, നിന്നെ ഞങ്ങൾക്ക് വേണ്ട, നീ മാറി നിൽക്ക്. നിനക്ക് ഈ കുറവുണ്ടല്ലോ, ഇവിടെ ഇരിക്കാനുള്ള യോഗ്യതയുള്ള വ്യക്തിയല്ല, നീ മാറി നിൽക്ക്. ബിസിനസിന്റെ അകത്ത് ചില യോഗ്യത ഉള്ളവരാ, യോഗ്യത ഇല്ലാത്തവരെ ചിലരെ മാറ്റി ഇരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരു കാര്യം പറയാം, കർത്താവ് ഒരിക്കലും നിന്നെ മാറ്റി ഇരുത്തത്തില്ല. ഹോളി സ്പിരിറ്റ് ഒരിക്കലും നിന്നെ മാറ്റി ഇരുത്തത്തില്ല. നീ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടാ ഇതിനകത്ത് തിരിക്കണമെങ്കിലും കർത്താവ് പറയും, മാനസാന്തരപ്പെടാൻ തയ്യാറുണ്ടോ കുഞ്ഞെ? എന്റെ അടുത്ത് വരാൻ തയ്യാറുണ്ടോ? എങ്കിൽ പിന്നെ പുതിയൊരു പാനപാത്രമായി പുറത്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. വൈകുമ്പോൾ നാടും വയൽ പോലും സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെ
വൈകുമ്പോൾ വാടും വയൽ പൂവോളം സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല. വയ്യായ്മകളും സാരമില്ല. കുശവൻ കുഴച്ചത മണ്ണാണു ഞാൻ. കുടമോ പൂജയോ തന്നിച്ചയോ. കുശവൻ കുഴച്ചത മണ്ണാണു നീ. കുടമോ പൂജയോ തന്നിച്ചയോ. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാ മണ്ണല്ലയോ. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാ മണ്ണല്ലയോ. കുശവൻ കുഴച്ചത മണ്ണാണു നീ. കുടമോ പൂജയോ തന്നിച്ചയോ. കുശവൻ കുഴച്ചത മണ്ണാണു ഞാൻ. കുടമോ പൂജയോ തന്നിച്ചയോ. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാ മണ്ണല്ലയോ. വക്കുടഞ്ഞു പോയില്ലേ, വളഞ്ഞൊടിഞ്ഞു പോയില്ലേ, ആർക്കും വേണ്ടാത്തവരായി മാറിയിട്ടില്ലേ? നിന്നെയാണ് കർത്താവിന് ആവശ്യം. വൈകുമ്പോൾ വാടും വയൽ പൂവോളം സോളമനേക്കാൾ സുന്ദരമായി സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല. വയ്യായ്മകളും സാരമില്ല. പലർക്കും എൻ്റെ സാക്ഷ്യം അറിയില്ല. അതുകൊണ്ട് നിങ്ങളോടൊപ്പം എൻ്റെ സാക്ഷ്യം പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഇളയ മോളെ ഞാൻ ഡെലിവറി ആയിരുന്ന സമയത്ത് വളരെ സന്തോഷത്തോടെ ജീവിതം മുമ്പോട്ട് പോയി. പക്ഷേ ഡെലിവറിയോട് അടുത്ത സമയത്ത് ഇച്ചിരി പ്രശ്നമുണ്ട്. അതൊരു 8 മാസമൊക്കെ ആയപ്പോൾ മോള് ടെസ്റ്റ് ചെയ്തപ്പോൾ ഷുഗർ ലെവൽ എനിക്ക് ഇച്ചിരി കൂടുതലാണ്. അതുകൊണ്ട് കുഞ്ഞിന് നന്നായി എടുക്കാൻ കഴിയില്ല. ഷുഗർ ഇൻസുലിൻ കുത്തി വെക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ സേവിക്കണ ദൈവം ഇൻസുലിൻ കുത്തി വെക്കണ ദൈവമല്ലല്ലോ. ഞാൻ ഈ ദൈവവചനം എടുത്തിട്ട് എന്നെ കർത്താവ് രോഗിയാക്കി മാറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഞാൻ ഇൻസുലിൻ എടുക്കത്തില്ല. 8 മാസമായി
9ാം മാസത്തിലെ ടെസ്റ്റിന് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇൻസുലിൻ വയ്ക്കാതെ ഷുഗർ ലെവൽ വളരെ കൂടുതലാണ്, വലിയ ക്രിട്ടിക്കൽ ആയിട്ടുള്ള എന്ത് വന്നാലും നിങ്ങൾ സഹിക്കണം. ഞാൻ പറഞ്ഞു എന്ത് വന്നാലും ഞാൻ എന്ത് ചെയ്യും, സഹിക്കും. പക്ഷേ ഞാൻ അവിടെ ആരോടും പ്രാർത്ഥന ആവശ്യമൊന്നും ചോദിച്ചില്ല. എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ സർവശക്തനായ ദൈവമാണ്. പക്ഷേ ഡെലിവറി കഴിഞ്ഞു, ആദ്യത്തെ കുഞ്ഞിനെ ഡെലിവറി കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞിനെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കുഞ്ഞിനെ അവർ കാണിച്ചു തരും. വളരെ സന്തോഷത്തോടുള്ള നിമിഷങ്ങളാണ്, വളരെ ആഗ്രഹത്തോടെ ഞാനും ഡെലിവറി റൂമിൻ്റെ അകത്തേക്ക് പോയി. പക്ഷേ സംഭവിച്ചത് നേരെ വിപരീതമായിരുന്നു. ഈ കുഞ്ഞിനെ എടുത്ത് അവർ നേരെ ഐസിയുയിലേക്ക് ഓടി. അപ്പൊ ഞാൻ അടുത്തിരിക്കുന്ന നല്ല ഓർമ്മയുണ്ട്, സിസേറിയൻ ആയിരുന്നു എങ്കിലും ഞാൻ അടുത്തിരിക്കുന്ന ഡോക്ടറിനെ തള്ളി ചോദിക്കുക, എന്താ എന്റെ കുഞ്ഞിനെ എടുത്തോണ്ട് പോണേ, എന്ത് പറ്റി. അവർ പറഞ്ഞു ശ്വാസകോശത്തിനൊരു ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട്, ഇപ്പോ ഐസിയുയിൽ കൊണ്ടാക്കിയില്ലെങ്കിൽ ഓക്സിജൻ കൊടുത്തില്ലെങ്കിൽ ശരിയാവൂല, അതുകൊണ്ടാണ് കൊണ്ടുപോണേ. പക്ഷെ അന്ന് എനിക്ക് കാണിച്ചതില്ല കുഞ്ഞിനെ. അപ്പോ ഞാൻ വല്ലാതെ തളർന്നു പോയ അവസ്ഥയാണ്. അമ്മമാരാണല്ലോ കൂടുതൽ. തലമുറയ്ക്ക് എന്ത് പറ്റിയെന്ന് അറിയാതെ ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സമയം. അപ്പൊ ഞാൻ ഉടനെ ഡോക്ടർ പറഞ്ഞു എനിക്ക് എൻ്റെ ഹസ്ബൻഡിനെ കാണണം. അവരുടനെ ഹസ്ബൻഡിനെ വിളിച്ചു. ഹസ്ബൻഡിനെ വിളിച്ചപ്പോൾ കാര്യം മനസ്സിലായി, കാര്യം ഇത്തിരി സീരിയസ് ആണ്. കണ്ണൊക്കെ നിറഞ്ഞിരിക്കണു, കണ്ണിലൊക്കെ നല്ല ചുവന്ന് കരഞ്ഞതിന്റെ ഒരു ഇത് നമുക്കറിയാമല്ലോ. നമ്മുടെ കൂടെ ഉള്ള ആള് പെട്ടെന്ന് ഡെസ്പായി നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ പെട്ടെന്ന് നോക്കിയപ്പോ എന്നിട്ട് സാരമില്ല, എല്ലാം ശരിയാകുന്നു. അപ്പൊ എനിക്ക് ആ സാരമില്ല വല്ലാത്ത സാരമായി മാറി. എന്റെ BP ലെവൽ വല്ലാതെ ലോ ആയി. പപ്പ ഒക്കെ ഓടി വന്നു. അമ്മയൊക്കെ പുറത്തുണ്ട് കേട്ടോ, പപ്പയുണ്ട്, അമ്മയുണ്ട്, എല്ലാവരും ഉണ്ട്. എന്നോട് പറഞ്ഞു മക്കളെ വിഷമിക്കരുത്, യേശോപ്പ കൂടെയുണ്ട്. അപ്പോഴെപ്പോഴും പറയുമ്പോഴും എനിക്ക് സത്യം പറഞ്ഞാല് എനിക്ക് എന്ത് സംഭവിക്കണം, എന്റെ ജീവൻ എങ്ങോട്ട് പോകണമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലാവണില്ല. എന്റെ BP ലോലായിപ്പോ അവരെ എഴുതി കാണിക്കണു. അവരെടോടോ എന്ന് പറഞ്ഞാൽ അവരെന്നോട് സന്തോഷിക്കുന്ന കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞു കർത്താവേ, എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, ഇതിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയില്ല. വല്ലാത്ത ഭാരം ഞാൻ അനുഭവിച്ചു. ഐസിയുടെ അകത്തേക്ക് കയറി. അപ്പോൾ എൻ്റെ കൂടെ സ്കാനിങ്ങിന് വന്നൊരു കുട്ടിയുണ്ട്. നമ്മൾ എവിടെ പോയാലും നമുക്ക് കുറെ കമ്പനീസ് കാണുമല്ലോ. സ്കാനിങ്ങിന് ഒരു 6-7 പേര് ഒരുമിച്ചാണ് പോണേ. അപ്പൊ നേരത്തെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവിടെയൊക്കെ കൂട്ടായി. അപ്പൊ അവളുടെ കുഞ്ഞ് അവളുടെ അടുത്ത് ഇരുന്ന് കരയുന്നത് എനിക്ക് കാണാൻ ഞാൻ തൊട്ടടുത്തപ്പെട്ടു. അപ്പൊ അവൾ ചോദിക്കും, എന്താ കുഞ്ഞ് എന്തിയെ? എന്നോട് ചോദ്യം എന്താ ചോദിച്ചേ? കുഞ്ഞ് എന്തിയെ? ആ ചോദ്യത്തിന്റെ മുമ്പില് എനിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ തിരിഞ്ഞ് കിടന്നു. എന്നിട്ട് അവള് എന്ത് ചെയ്യുന്ന അറിയാമോ? അവൾക്ക് സുഖപ്രസവമാ. അപ്പൊ അവള് വീണ്ടും അവളെ വെളിയിലോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് അവളെ എന്നോട് വന്ന് വീണ്ടും ചോദിക്കാം, പവി എന്താണ് കുഞ്ഞെവിടെ ചോദിക്കാം. അപ്പൊ നേഴ്സ് വന്നിട്ട് അവരെ വഴക്ക് പറയുന്നുണ്ട്. ആരാ? എന്റെ കൂട്ടുകാരി വഴക്ക് പറയും. കാരണം ഇത്തിരി ക്രിട്ടിക്കലാണ്. ഞാൻ ഇനി കരഞ്ഞ ഒന്നാമതേ BP ലെവൽ ലോ ആയി പോവുക, എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി എടുക്കുക. അപ്പൊ ഈ ക്വസ്റ്റ്യനും കൂടെ ചോദിക്കുമല്ല, നമ്മൾ ചില ചോദ്യം കൂടെ നമ്മൾ വല്ലാതെ തകർന്നു അല്ലേ. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആരുമില്ല എന്നുള്ളൊരു ആ ഒരു സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. സത്യം പറഞ്ഞാൽ ദൈവം അല്ലാതെ ദൈവം നമ്മുടെ കൂടെ ഇല്ലെങ്കിൽ നമുക്ക് ആരുമില്ല. സത്യമാണ് അത്. ഹസ്ബൻഡിന് പുറത്തേക്കാനേ പറ്റുള്ളൂ, അമ്മയ്ക്ക് പുറത്തേക്കാനേ പറ്റുള്ളൂ, അപ്പന് പുറത്തേക്കാനേ പറ്റുള്ളൂ, സഹോദരന് പുറത്തേക്കാനേ പറ്റുള്ളൂ. അതിനകത്ത് പൊട്ടി കരയുമ്പോ ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, കരയല്ലേ, സ്റ്റിച്ച് പൊട്ടും. ഞാൻ പറഞ്ഞു സ്റ്റിച്ച് പൊട്ടിയാലും കുഴപ്പമില്ല, എന്റെ കുഞ്ഞിനെ എനിക്ക് കാണണം. ദൈവത്തോട് മല്ലുപിടുത്തമുണ്ടായി. കരയാൻ തുടങ്ങി, വല്ലാതെ കരഞ്ഞു, അലറി കരഞ്ഞു. ആ ഐസിയുടെ അകത്ത് എന്നെ നോക്കുന്ന ഡോക്ടറിന് വരെ ഭയങ്കര സങ്കടമായി. എടോ എന്നൊക്കെ പറഞ്ഞ് അവരെന്നെ ആശ്വസിപ്പിക്കും. എന്റെ നെഞ്ചിലൊക്കെ ഇങ്ങനെ തടയി എന്നെ ആശ്വസിക്കാൻ ശ്രമിക്കുന്നു, ബ്രീത്തിങ് തിരിച്ചുകൊണ്ടുവരാൻ ശ്രമിക്കുന്നു, അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ശ്രമിക്കുന്നു. അപ്പൊ ഹസ്ബൻഡിനെ വിളിക്കുകയാണെങ്കിൽ ഇനി കൈ വിട്ടു പോകും, എന്തെങ്കിലും സംഭവിച്ച് അവർ ഉത്തരവാദിത്തം പറയണ്ടേ. അപ്പൊ ഹസ്ബൻഡിനെ വിളിച്ചു. ഹസ്ബൻഡ് വന്നിട്ട് കുറെ വചനങ്ങൾ പറഞ്ഞു, കാര്യങ്ങൾ പറഞ്ഞു. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ഞാൻ ഹൃദയം കൊണ്ട് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആ തീച്ചൂടയുടെ അകത്ത് ആ വചനം ഞാൻ സംസാരിക്കാൻ തുടങ്ങിയപ്പോ എന്റെ മനസ്സിന് എന്തെന്നില്ലാത്ത ആശ്വാസം ഉണ്ടായി. എന്റെ കുഞ്ഞിന് എന്ത് പറ്റിയാലും കർത്താവേ, ഞാൻ ഒരു കാര്യം എന്റെ ദൈവത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്. ജീവനോടെ തന്നില്ലെങ്കിലുണ്ടല്ലോ ഈ വചനം എടുത്ത് ഞാൻ ഓടിക്കൊണ്ട് ഇരിക്കുകയായിപ്പോഴും എന്റെ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുക. ലോകത്തിന്റെ മുമ്പിൽ ഞാനൊരു പരിഹാസപാത്രമായി നിൽക്കാൻ എന്റെ പൊന്നു പിതാവ് ഒരിക്കലും അനുവദിക്കരുത്. ഞാൻ ആ സമയത്ത് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ദൈവം ശക്തമായി എന്റെ വെളിപ്പെടുവാനിടയായി. ആ ഐസിയുടെ അകത്ത് ഞാൻ കിടക്കുന്ന സമയത്ത് എന്നെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഐസിയിലേക്ക് പെട്ടെന്ന് മാറ്റി. ശ്വാസം ഇച്ചിരി ബുദ്ധിമുട്ടായതുകൊണ്ട് ക്രിട്ടിക്കലിലോട്ട് മാറ്റി. ഇവരെല്ലാവരും വെളിയുന്ന പ്രാർത്ഥന.
അമ്മ തിരിച്ചു വരണം, കുഞ്ഞ് തിരിച്ചു വരണം. അങ്ങനെയുള്ള ആരെങ്കിലും സാഹചര്യത്തിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടോ? അവരോടൊക്കെ പക്ഷെ ഞാൻ ഇതുവരെ ഈ ടെസ്റ്റ് വഴി ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഈ 7-ാം മാസത്തെ ദൈവം എന്നോട് പറയാൻ പറഞ്ഞോണ്ട് സമയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. വെറുതെ ഒന്നുമല്ല ഞാനിങ്ങനെ ഓടണേ. പലരും വിചാരിക്കും, പലരും പലതും നമ്മളെ കുറിച്ച് വിചാരിച്ചെന്നിരിക്കാം. പക്ഷെ ഞാനൊരു എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. ഇതിന്റെ അടുത്ത് ഒരാൾ വന്നാലും ഞാൻ വരും. ഇന്ന് വണ്ടി തടഞ്ഞില്ല, അതുകൊണ്ട് ഞാൻ നേരെ എത്തി. ഇനി മുമ്പോട്ട് പോകുന്ന യാത്രയിലും അങ്ങനെ ആയിരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ അകത്ത് പൊട്ടിക്കരഞ്ഞു, പ്രയാസപ്പെട്ടു, ഞെരിഞ്ഞി. അപ്പോഴാണ് ഞാൻ ആദ്യമായി ദൈവത്തിന്റെ നൂതന മുഖാമുഖമായി കാണുന്നത്. അന്നിന്റെ ശുശ്രൂഷയുടെ ആരംഭമായിരുന്നു. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ എന്റെ ബെഡിൽ കിടക്കുമ്പോൾ ഇതുപോലെ ശിലോയെ ഞാനിങ്ങനെ കിടക്കുമ്പോൾ ശിലോയെ പോലെ ഒരു ദൂതൻ വന്നിരിക്കുമ്പോ അയാളെ ഗിറ്റാർ വായിക്കണം. ഞാൻ പറഞ്ഞ അല്ലയോ, എന്തിനാ ഗിറ്റാർ വായിക്കണം? എല്ലാം തീർന്നെന്ന്, എല്ലാം അവസാനിച്ചെന്ന്. ഇനി ഞാൻ ലോകത്തിന്റെ മുമ്പ് എന്തു പറഞ്ഞു? നീ എന്തിനാ ആഘോഷിക്കണേ? എന്ത് കണ്ടിട്ടാണ് ആരാധിക്കാൻ തോന്നണേ? ആ ദൂതൻ പറഞ്ഞൊരു കാര്യമുണ്ട്, നീ എന്നോട് ചേർന്ന് ആരാധിക്കും. ഞാൻ പറഞ്ഞു എന്റെ എല്ലാം കൺട്രോളൊക്കെ പോയിരിക്കുമോ? നീ ആരായിച്ചോ? ഞാൻ നോക്കിക്കൊണ്ടിരിക്കാം. ആ റൂമിന്റെ അകത്ത് ദൂതൻ ചുറ്റി കറങ്ങുന്നത് ഞാൻ അന്ന് കണ്ടു. ആ ചിറകുകളൊക്കെ വെച്ച് എനിക്ക് ഇപ്പോഴും നല്ലതുപോലെ ഓർമ്മയുണ്ട്. ആ വെള്ള ചിറകുകളൊക്കെ വെച്ച് ഭയങ്കര വലിയ ചിറക. ആ ചിറകൊക്കെ വെച്ച് എന്നെ ആശ്വസിപ്പിക്കാം. വല്ല വീശുമ്പോൾ പോലെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു. വല്ലാത്തൊരു എൻകൗണ്ടർ ആയിരുന്നു അത്. എനിക്ക് ഇതുവരെ ആ ഒരു പ്രസൻസ് എനിക്ക് ഇപ്പോഴും അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഞാൻ ദൂതനോട് പറഞ്ഞൊരു കാര്യം, എന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ? എനിക്ക് വേറെ ഒന്നും ചോദിക്കാനില്ല. ഈ ലോകത്തിന്റെ നന്മയൊന്നും എനിക്ക് വേണ്ട. എന്റെ കുഞ്ഞ് ജീവനോടെ, എന്റെ വിഷയം അതാ. അതന്നെ ആ ദൂതൻ പറഞ്ഞൊരു കാര്യമുണ്ട്, വന്ന് കാണുകയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് കാണുക. അപ്പൊ പിന്നെ എന്തോ പറ്റി, സ്വർഗത്തിൽ പോയി കാണും. അപ്പൊ വന്ന് കാണുകയെന്ന് പറയണമെങ്കിൽ അല്ലേ, വന്ന് കാണിക്കുന്നത് നമ്മൾ സ്വർഗത്തിൽ മഹത്വത്തിലേക്ക് എടുക്കുമ്പോഴും ഞാൻ അവരുടെ കർത്താവെ ഒന്നുകൂടെ പറ, എനിക്കൊന്നും മനസ്സിലാവണില്ല, ഒന്നുകൂടെ പറ. നീ ദൈവത്തെ മഹത്വപ്പെടുത്താൻ തുടങ്ങാൻ ഞാനൊരു കാര്യം നിനക്ക് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ ദൂതനോടൊപ്പം അന്യഭാഷയിൽ സംസാരിക്കാൻ തുടങ്ങി. നിർത്താൻ പറ്റാത്തൊരു ആത്മീയ അന്തരീക്ഷത്തിലേക്ക് ഞാൻ പ്രവേശിക്കാൻ തുടങ്ങി. ദൂതൻ എന്നോട് പറഞ്ഞു, സർവകാലത്തും ദുഃഖമല്ല കേട്ടോ, സർവകാലത്തും വേദനയല്ല കേട്ടോ, സർവകാലത്തും പിരിമുറുക്കല്ല കേട്ടോ. ആ ശബ്ദം കേട്ടോ എന്നെ വല്ലാതെയായി ആ ശബ്ദം എന്നെ പിടിച്ച് നിർത്താൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, എന്താ ഇനി സംഭവിക്കാൻ പോണേ? കർത്താവ് എന്നോട് ആ നിമിഷം പറഞ്ഞത്, ഒരു സൈന്യം പുറത്തു വരാൻ പോവാ, ഒരു സൈന്യം പുറത്തു വരാൻ പോവാ. നീ ഉടയപ്പെട്ടത് എന്തിനെന്നറിയാവോ? നീ തകരപ്പെട്ടത് എന്തിനെന്നറിയാവോ? നിന്നെ കൊണ്ടു മുടിക്കാൻ ചില പൈശാചിക വേദനകളുടെ തലയെ തകർക്കാനാണ്. എനിക്ക് ആമേൻ പറയാനൊന്നും തോന്നിയില്ല. പക്ഷെ പ്രോമിസസുകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. രാജ്യങ്ങളിൽ കർത്താവ് കൊണ്ടുപോകുന്നു, പട്ടണങ്ങളിൽ അനുഗ്രഹിക്കപ്പെടുന്നു ഒക്കെ കർത്താവിനോട് എന്നോട് പറഞ്ഞപ്പോ ഞാൻ ഒരു കാര്യം, ഒരു ഡിമാൻഡ് കർത്താവിനോട് വെച്ചു. കർത്താവെ, എന്റെ ഈ ദൂതനോട് ഞാൻ പറയുക, എന്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടെങ്കിൽ ഒരു പ്രതികൂലവും ഞാൻ നോക്കില്ല. എത്ര വ്യക്തികൾ ആ സഭയ്ക്കകത്ത് കാണുമെന്ന് ഞാൻ നോക്കത്തില്ല, ഞാൻ ഓടും. അത് കഴിഞ്ഞു 9:30 ഡെലിവറി കഴിഞ്ഞതാണ്. 10:30 ആയപ്പോൾ എന്നെ നോക്കുന്ന ഡോക്ടർ വന്നു. BP-യുടെ ലെവൽ കുറച്ചൊക്കെ ഇങ്ങനെ ശരിയായി വരുന്നുണ്ട്. അങ്ങനെ ഞാൻ തിരികെ ജീവിതത്തിലോട്ട് മടങ്ങി വരുന്നത് എനിക്ക് അറിയാം. അങ്ങനെ ഈ പ്രോമിസസുകൾ എനിക്ക് പിന്നെ ആ ദൈവസാന്നിധ്യത്തിൽ നിന്ന് ഇറങ്ങി പോകാൻ തോന്നിയില്ല, സത്യമാണ്. പിന്നെ എനിക്ക് റിയൽ ലൈഫിലോട്ട് വരാൻ സത്യമായി ആ ദൈവസാന്നിധ്യം അനുഭവിച്ചാൽ നിങ്ങൾക്ക് റിയൽ ലൈഫിലോട്ട് വരാൻ തോന്നത്തില്ല. മണിക്കൂറുകൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞു, ദൂത എന്നെ വിട്ട് പോവല്ലേ, ഇരിക്കണേ, നമുക്കിവിടെ ഇരിക്കാം. പത്രോസ് പറഞ്ഞില്ലേ, അത് യോഹന്നാൻ പറഞ്ഞില്ലേ, നമുക്ക് ഇരിക്കാം ഇവിടെ. എനിക്ക് വേറെ ഒന്നും വേണ്ട, എനിക്ക് ദൈവ സാന്നിധ്യം മതി. ദൂതനോടൊപ്പം ചേർന്നായിരിക്കും. ദൂതൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്നു, ദൂതനോട് എന്റെ വിഷമങ്ങൾ പറയുന്നു. പക്ഷെ അതിന്റെ അകത്ത് ദൈവ മഹത്വം വെളിപ്പെട്ടു. 1 മണി കഴിഞ്ഞപ്പോ എന്റെ ഡോക്ടർ വന്ന് പറഞ്ഞു, അതിന്റെ പീഡിയാട്രിഷ്യൻ ഡോക്ടറിനെ ഒന്ന് കാണണം, പെട്ടെന്ന് ഈ കുഞ്ഞിനെ ഒന്ന് കാണിച്ചു. ഇതുവരെ ഫീഡ് ചെയ്തിട്ടില്ല. ആ കുഞ്ഞിനൊന്ന് ഒരു പ്രാവശ്യം കാണിച്ചു. 2:30 മണിയായപ്പോ എന്റെ കുഞ്ഞിനെ ഒരു വെള്ള തുണിയിൽ പൊതിഞ്ഞ് കൊണ്ടുവരുന്ന ഞാൻ കണ്ടു. ഞാൻ എങ്ങനെ സ്തുതിക്കാതിരിക്കും, ഞാൻ എങ്ങനെ പാടാതിരിക്കുക? അതുകൊണ്ടാണ് ഈ രാജ്യത്തിന് വേണ്ടി ഞാൻ എന്റെ ജീവിതം സമർപ്പിച്ചത്. അന്നാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ കർത്താവ് എനിക്ക് പറഞ്ഞു, പരിശുദ്ധാത്മാവ് വ്യക്തമായി എനിക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാനൊന്നും സത്യം പറഞ്ഞാൽ അറിയില്ല. എന്നോട് പരിശുദ്ധാത്മാവ് സംസാരിച്ചു. ഞാൻ വീട്ടിലായിരിക്കും, ഡെലിവറി കഴിഞ്ഞ് വീട്ടിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. റിവൈവൽ ഫയർ ഗ്ലോബൽ മിനിസ്ട്രീസ് എന്ന പേരിൽ നീ ഒരു ഗ്രൂപ്പ് തുടങ്ങണം. അങ്ങനെ തുടങ്ങിയ മീറ്റിംഗ് ഗ്രൂപ്പാണ്, യൂട്യൂബ് ചാനലാണ്. ഇന്ന് അനേകം പേരെ കാണുവാൻ കർത്താവ് സഹായിച്ചു. ഞാനൊരു കാര്യം എൻ്റെ അനുഭവത്തിൽ നിന്നോട് പറയാം.
ദൈവത്തിന്റെ സന്നിധിയിൽ നീ നന്ദി ഉള്ളവളായിരുന്നാൽ ദൈവം നിന്നെ മാനിക്കും. ഞാൻ മറന്നുപോയില്ല. ഇന്ന് രാവിലെ ഞാൻ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ ചില സഹോദരിമാരോട് സംസാരിച്ചു. സംസാരിച്ചത് വരാൻ ചാൻസ് വളരെ കുറവാണ്, സാഹചര്യം വളരെ പ്രതികൂലമാണ്. സ്ട്രൈക്ക് ആയതുകൊണ്ടല്ല, എന്റെ വണ്ടി കേടായി പോയി. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, നമ്മളൊരു തീരുമാനം എടുത്തു, നമ്മൾ വചനം ശുശ്രൂഷിക്കാൻ ഒരിടത്ത് പോകാമെന്ന് പറഞ്ഞു. ഇനി എന്ത് തടസ്സം ഉണ്ടായാലും പോകണം. മനസ്സിലായോ? അഭിഷിക്ത രാവിലെ എഴുന്നേറ്റ് ഇന്ന് കടയൊന്നും തുറക്കത്തില്ലല്ലോ, പുള്ളിക്കാരന്റെ വീട്ടിൽ പോയി പുള്ളിക്കാരനെ കൊണ്ടുവന്നു, എന്നെ വണ്ടി റിപ്പയർ ചെയ്തിട്ട് എന്നെ പറഞ്ഞേച്ചു. കാരണം ഞങ്ങൾ അനുഭവിച്ച സന്തോഷം. ഇതിന്റെ അകത്ത് മാറൊടുക്കോ? പരിശുദ്ധാത്മാ പറയുന്നു, നിങ്ങൾ ഉത്തരപ്പെടുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ പണിയാനാണ്. തകരപ്പെടാൻ ദൈവം അനുവദിക്കും. നമ്മളെ നോക്കിയിരിക്കുന്നവർ കാണും, അവർക്ക് അറിയില്ല നമ്മൾ അനുഭവിച്ച സന്തോഷം, അല്ലേ? എന്താ ഇങ്ങനെ ആരാധിക്കണേ, എന്തിനാ കൈയടിക്കണേ, എന്തിനാ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് തുടങ്ങിയ, എന്തിനാ സഹോദരിമാരെ ഇത്രയും ബിൽഡ് ചെയ്യാൻ ശ്രമിക്കണേ? അവർ പല ചോദ്യങ്ങൾ ചോദിക്കും. പക്ഷേ എനിക്ക് പ്രതിഫലം തരുന്ന എന്റെ അപ്പനാണ്. അന്ന് ഐസിയുടെ അകത്ത് മരണത്തോട് മഞ്ഞ് പിടിച്ച് കിടന്നപ്പോ എന്നെ സഹായിക്കാൻ ഈ ലോകത്തിൽ ഒരു മന്ത്രിമാരും വന്നില്ല, ഒരു അധികാരികളും വന്നില്ല, ഒരു ഡോക്ടേഴ്സും വന്നില്ല. എന്റെ ജീവിതത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആർക്കും എന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ല. പരിശുദ്ധാത്മാവിന് മാത്രമാണ് എന്നെ സഹായിക്കാൻ കഴിഞ്ഞത്. ഇത്രയും വേദനാജനകമായ സാഹചര്യത്തിലൂടെ എന്തിനാ കർത്താവ് എന്നെ കൊണ്ടുപോയതെന്ന് കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു, ഈ വേദന അറിഞ്ഞാലേ ഇതുപോലെ വേദന അനുഭവിക്കുന്ന ചിലരെ നിനക്ക് മനസ്സിലാവും. അത്ര വേണ്ടായിരുന്നപ്പാ. ലോകജാതികൾക്ക് ഇത്തിരി പ്രശ്നം ഇല്ലല്ലോ. പക്ഷെ ചേർത്തിരിക്കുന്ന നിന്നെയും എന്നെയും മാന്യതയുള്ളൊരു മാനപാത്രമായി കർത്താവ് ഇന്ന് നിന്നെ മാനിച്ചുയർത്തിയിട്ടുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഹിതം നിന്റെ അകത്ത് വെളിപ്പെടാനാണ്. ഒരുപാട് തകരപ്പെട്ടു, ഒരുപാട് ഒറ്റപ്പെടേണ്ട ആഴങ്ങൾ അനുഭവിച്ചതിന് കണക്കില്ല. പക്ഷെ ഞാൻ അപ്പോഴും പരിശുദ്ധാത്മാവുമായിട്ടുള്ള ബന്ധം വിട്ടില്ല. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എന്റെ കൂടെ ഉള്ളത് കൊണ്ട് ആരൊക്കെ എന്നെ എത്തിയിട്ട് പോയാലും എനിക്കിപ്പോ വിഷയമില്ല. ഞാൻ ദൂതനോട് പറയും, ദൂതാമയും മതി കേട്ടോ, ദൈവ സാന്നിധ്യത്തോടെ എനിക്ക് ഇവിടെ ഇരുന്നാൽ മതി കേട്ടോ. ആ സാന്നിധ്യം എനിക്ക് അനുഭവിച്ച് എത്ര പേരുണ്ട് എന്റെ കൂടെ കണക്റ്റായി വരാൻ പറ്റണുണ്ടോ നിങ്ങൾക്ക്? ആ ദൈവ സാന്നിധ്യം വേറെ ഒന്നും വേണ്ടെന്ന്, ആ ദൈവ സാന്നിധ്യം മതിയെന്ന്. പത്മോസിന്റെ ഏകതയുടെ അകത്ത് ആ ദൈവ സാന്നിധ്യം മതിയെന്ന്, ആ കണ്ണുനീരിന്റെ താഴ്വരയുടെ അകത്ത് ആ ദൈവ സാന്നിധ്യം മതിയെന്ന്. ആശുപത്രിയൊക്കെ ഡിസ്ചാർജ് ചെയ്ത പ്രിയ സഹോദരനോട് വന്നിട്ടുണ്ട്. കാരണം എന്താ? ആ ദൈവ സാന്നിധ്യം അവരെ ആകർഷിച്ചത് കൊണ്ടാ. പരിശുദ്ധാത്മാവിൽ ആരോടൊക്കെ പരിശുദ്ധ വിളിച്ചു പറയുന്നു, നീ വരത്തില്ലെന്ന്, പറ്റത്തില്ലെന്ന് പലരും ഇതിനകത്ത് വിചാരിച്ചതാ. ആ കല്ല് സ്വതവേ ഉരുണ്ടു മാറി. ഞാനിവിടെ പറഞ്ഞില്ലേ, അപ്പോൾ ഉരുണ്ടു മാറിയപ്പോഴാ ചിലരും കൂടെ കയറി വന്നതാ. ഇതിനകത്ത് ഹോള് നിറയ്ക്കാൻ കർത്താവ് ഒരുക്കി. ഇത്രയും പേര് വരുമെന്ന് ഞാൻ വിചാരിച്ചത് പോലുമില്ല. പരിശുദ്ധാത്മാവ് കൊണ്ടുവന്നാൽ ഒരു അത്ഭുത പ്രവൃത്തിയായിരിക്കും. അതുകൊണ്ട് ഇപ്പോൾ ആരെതിർത്ത് വന്നാലും വിഷയമില്ല. കാരണം എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. പടിയിൽ വെച്ച് എന്റെ കർത്താവ് എന്നെ വിട്ടുകളയത്തില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ദൂതാണ്, ദൈവാത്മാവിൽ ചലിക്കുന്ന നിങ്ങളെ തകർത്തു കളയുവാൻ ഒരു ലോകത്തിനോ ഒരു രോഗത്തിനോ ഒരു പ്രയാസങ്ങൾക്കോ ഒരു പൈശാചിക സ്വാധീനങ്ങൾക്കോ കർത്താവ് വിട്ടുകൊടുക്കത്തില്ല. കാരണം നിന്റെ മേലാകാത്ത ഉടയപ്പെട്ടിട്ടുണ്ട്. ശരിയാ, ഇന്നത്തെ ദൂതും അതാണ്, ഉടയപ്പെട്ടവനെ പണിയുന്നൊരു ദൈവം. എന്തുകൊണ്ടാണ് നിങ്ങൾ അറിയണം? അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ തീവ്രത കൂടുതൽ അനുസരിച്ച് ആര് ചിരിച്ചില്ലേലും കുഴപ്പമില്ല, ദൈവം ചിരിച്ചാൽ മതി. ദൂത് മനസ്സിലാവുന്നത് ആർക്കൊക്കെയോ പിടികിട്ടി. ആര് കൈതന്നില്ലേലും കുഴപ്പമില്ല, എന്റെ ദൈവം ഞാൻ നിൽക്കും. പൗലോസ് പറഞ്ഞതുപോലെ, കുഞ്ഞുങ്ങളെന്ന് പറയാമോ, പ്ലാറ്റ്ഫോം ഇല്ലെങ്കിലും കുഴപ്പമില്ല, പടകിന്റെ അകത്ത് സൂക്ഷിക്കുമെന്ന്. പ്ലാറ്റ്ഫോം ഇല്ല പൗലോസിന്. എല്ലാവരും എതിരായി സംസാരിക്കുകയാണ്. മെലീത്ത ദ്വീപിൽ നിന്ന് പടകിൽ യാത്ര ചെയ്യുമ്പോ അവിടെ ആ പടകിന്റെ അകത്തുള്ളവരെല്ലാം എതിരായി സംസാരിക്കുമ്പോ പടകിന്റെ അകത്ത് പൗലോസ് എഴുന്നേറ്റ് പറയുക, നിങ്ങൾക്കാർക്കും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, നിങ്ങളുടെ ആരുടെ ജീവൻ ഒരു ആപത്ത് ഉണ്ടാകത്തില്ല. അഭിഷിക്തനെ വിശ്വസിക്കാൻ തയ്യാറാണോ? എങ്കിൽ നിന്റെ പടക് രക്ഷപ്പെടും. സ്പിരിച്വലി ഞാനൊരു അനുഗ്രഹം ഞങ്ങളോട് പറഞ്ഞു തരാം. നമ്മുടെ ആത്മീയ നേതൃത്വത്തിന് കീഴ്പ്പെടാത്ത ഒരു വ്യക്തി പോലും അനുഗ്രഹിക്കപ്പെടുന്ന ഞാൻ കണ്ടിട്ടില്ല.
ഇന്നലെ ഞങ്ങളുടെ ഭവനത്തിൽ ഞാൻ പറഞ്ഞല്ലോ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ആത്മീയ പിതാവാണ് കടന്നു വന്നത്. അദ്ദേഹമാണ് എന്നെ സ്പിരിച്വലി കുറച്ചുകൂടി ദൈവരാജ്യത്തിലേക്ക് അടുപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ മീറ്റിംഗ് കട്ടാക്കി ഞാൻ വരാത്തതാണ്. എനിക്ക് വേണമെങ്കിൽ തലേദിവസം ഇന്നലെ വരാമായിരുന്നു. ഒന്നും മുടക്കിയൊന്നും ചെയ്യരുത്. അഭിഷിക്തന് കീഴടങ്ങിയിരിക്കേണ്ടിയിരിക്കുക. ഒരു സമയം കഴിയുമ്പോൾ കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവന്നാൽ ആ അഭിഷിക്തനോട് അനുഗ്രഹം പ്രാപിച്ചിട്ട് മാത്രം പുറത്തു പോവുക. ചിലർ നമുക്കെതിരെ എഴുന്നേക്കും. എന്താണെന്നറിയാമോ? നമ്മൾ വാഗ്ദത്തത്തിലേക്ക് എഴുന്നേക്കാതിരിക്കാൻ ചില മഹാപുരോഹിതന്മാർ യേശുവിനെതിരെ എഴുന്നേറ്റു അല്ലേ? ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ പീലാത്തോസിന്റെ ആ കോടതി മുറിയിൽ കൊണ്ടിരുത്തി എന്ത് ചെയ്തു? വിചാരണ ചെയ്തു. പക്ഷേ യേശു കർത്താവ് അതിൻ്റെ അകത്ത് അതെല്ലാം ജയിച്ചു. ചില കോടതി മുറിയിലൂടെയൊക്കെ ചിലർ പോകുന്നുണ്ട്. അതിന് സമാനമായ ചില വിചാരണയിലൂടെ പോകുന്നുണ്ട്. കർത്താവ് പറയണം, ദൈവം നിന്നെ മാനിച്ച ആർക്കും നിന്നെ മാറ്റി നിർത്താൻ പറ്റില്ല. ആരൊക്കെ നിന്നെ മറന്നാണ്? പലരും എന്നെ മറന്നതാ, എനിക്കറിയാം. ഈ ഏകദേശം 8 വർഷമായതുകൊണ്ട് വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷം കഴിയുന്നു, 10ാമത് വർഷത്തിലേക്കാണ്. എനിക്കത് പലരും മറന്നാണ്. പക്ഷെ എന്റെ അപ്പം മറന്നില്ലല്ലോ. സ്നേഹിതർ കൈവിട്ട നേരമുണ്ട്, സോദർ കൈവിടുന്ന സമയമുണ്ട്. പക്ഷേ കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ സമയമാകുമ്പോൾ കർത്താവ് നിന്നെ പ്രദർശിപ്പിക്കും. സമയമാകുമ്പോൾ, ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം നിങ്ങളെ പ്രദർശിപ്പിക്കും. ആർക്കും നിങ്ങളെ മാറ്റി നിർത്താൻ പറ്റില്ല. നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ ദൈവത്തിന്. മനസ്സിലാകുന്നുണ്ടോ? ആ ദൈവിക നീതീകരണത്തിലേക്ക് കയറണം. ആ ദൈവിക പദ്ധതിയിലേക്ക് കയറണം. ദൈവവേല ചെയ്യണമോ വേണ്ടയോ? പലർക്കും സംശയമാണ്. കലപ്പയ്ക്ക് കൈവച്ചിട്ട് തിരിഞ്ഞു നോക്കുന്നത് ശാപകരമെന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഇവിടെ ഇല്ലേ? ഹല്ലേലൂയ. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ സുവിശേഷം പറയണം. നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസുകളിൽ സുവിശേഷം ഇടുക, നിങ്ങളുടെ വചനങ്ങൾ നിങ്ങൾ ഇടുക, മറ്റുള്ളവർക്ക് വചനം അയച്ചു കൊടുക്കുക. അങ്ങനെ വചനത്തിന്റെ ശക്തി ലോകമെമ്പാടും വെളിപ്പെടട്ടെ. നിങ്ങൾ പ്രസംഗിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പ്രസംഗിക്കാൻ പറ്റുന്നവർ പ്രസംഗിച്ചോട്ടെ, പാട്ട് പാടാൻ പറ്റുന്നവർ പാട്ട് പാടിക്കോട്ടെ, ദൈവത്തിന് വേണ്ടി ഇതുപോലെ മീഡിയ കോപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്തോട്ടെ, കീബോർഡ് വായിക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്തു. ഇതൊക്കെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയാണ്. കോയങ്ങൾ പാടിയല്ലോ, അവർക്ക് ദൈവീയ ശുശ്രൂഷയുടെ ഭാഗമാക്കായതാണ്. അതിൻ്റെ അകത്ത് നമുക്ക് പ്രതിഫലം തരുന്നത് ആരാ? ദൈവം. ഹല്ലേലൂയ. വക്കുടഞ്ഞു പോയാലും വളഞ്ഞൊടിഞ്ഞു പോയാലും നിന്നെ കർത്താവിന് മതിയെന്ന്. ആര് മറന്നു കളഞ്ഞാലും എവിടെ നിന്നെ മാറ്റി നിർത്തിയാലും സമയമാകുമ്പോൾ ദൈവം പൊടി തട്ടി നിന്നെ പുറത്തു കൊണ്ടുവരുമെന്ന്. പുറത്തു കൊണ്ടുവരുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടില്ല. അതെ അല്ലേ? നന്നായി എനിക്ക് കഴുകി വൃത്തിയാക്കി പുറത്ത് കൊണ്ടുവരുമ്പോ അയ്യോ ഞങ്ങളിവിടെ ഉണ്ടല്ലോ. എന്റെ വിഷയത്തിലേക്ക് കർത്താവ് കൊണ്ടുപോവാൻ തള്ളുവാ. അങ്ങോട്ട് പറയാൻ കൽപാത്രങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. പുറത്ത് കിടക്കുന്ന ഈ കൽപാത്രം ഇവിടെ വേണ്ട. പക്ഷെ ഞാനൊരു കാര്യം പറയാം, അകത്ത് മിനുമിനായിരിക്കുന്ന ആ കൽപാത്രങ്ങളെക്കാൾ പുറത്ത് ആർക്കും വേണ്ടാതിരിക്കുന്ന ചില കൽപാത്രങ്ങളെ കർത്താവ് ഉപയോഗിക്കാൻ പോകും. പരിശുദ്ധപ്രിയ കുഞ്ഞെ, നിന്നോട് ആലോചന പറയുമോ? ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. ഒരിക്കലും ഇതിന്റെ സാധ്യതകളില്ല. എല്ലാം അവസാനിച്ചു. വിദ്യാഭ്യാസം സംബന്ധിച്ച് നിന്റെ ജീവിതത്തിൽ ഇനി ഒരു ഓപ്പണിംഗ് ഇല്ല എന്ന് നീയും നിന്റെ കുടുംബമെല്ലാം വിശ്വസിച്ച് വച്ചേക്കണേ. പരിശുദ്ധമ വ്യക്തമായി ദൂത് പറയുന്നു, നിനക്ക് വേണ്ടി ചില ഡോറുകൾ എന്റെ കർത്താവ് തുറക്കും. അപരിചിതമായിട്ടാണ് നിങ്ങൾ ഇതിനകത്ത് ജോയിൻ ചെയ്തേ. പരിശുദ്ധമ പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം തുറക്കുന്ന വാതിലിനെ അടയ്ക്കാൻ ഈ ലോകത്തിലെ ഒരു ശക്തിക്കും പറ്റത്തില്ലെന്ന്. നിന്റെ കൂട്ടുകാർക്ക് പറ്റത്തില്ലെന്ന്, നിന്റെ നാട്ടുകാർക്ക് പറ്റത്തില്ലെന്ന്, നിന്റെ സഹോദരങ്ങൾക്ക് പറ്റത്തില്ലെന്ന്. പുറത്തു നിന്ന് കർത്താവ് നന്നായി കഴുകി വിശുദ്ധീകരിച്ച് വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിച്ച പലർക്കും അലർജിയായി. ഇപ്പൊ പെന്തക്കോസ്ത് സഭകളിൽ പോലും എനിക്ക് അത്ഭുതം തോന്നും. വിശുദ്ധിയെ കുറിച്ച് പ്രസംഗിച്ച സത്യം പറഞ്ഞ തലചോറിയും. എന്നിട്ട് ടൈം നോക്കും, 12 ആയിട്ടുള്ളൂ. നിങ്ങൾ ആരും നോക്കണ്ട, ഞാൻ പറയാം. 12 ആവണിയായി. ഒരു കാര്യം പറയാം, വിശുദ്ധി ഇല്ലാത്തവ അങ്ങോട്ട് പോകത്തില്ല. ഹല്ലേലൂയ. വിശുദ്ധിയുടെ ഇല്ലാത്തവർ ഇവിടെ ഇതുപോലെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടണമെങ്കിൽ അവരുടെ വിശുദ്ധീകരണത്തിലേക്കും നീതീകരണത്തിലേക്കും നാം തിരിഞ്ഞു വരണം. ഹല്ലേലൂയ.
ഞാൻ പലപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ വിഷയം എന്തെന്നറിയാമോ? എന്റെ മീറ്റിങ്ങിൽ ആള് കൂടാനല്ല, വിശുദ്ധിയുള്ളവരുണ്ടേക്കണം. എല്ലാവർക്കും നമ്മളോട് കൂടാൻ പറ്റില്ല. ചിലപ്പോഴൊക്കെ ചിലരൊക്കെ മുഖം കാണിച്ചിട്ട് പോകുന്നതെന്ന് കണ്ടിട്ടുണ്ട്. കാരണം അവർക്ക് നിൽക്കാൻ പറ്റാത്തതുകൊണ്ടാണ്. എനിക്ക് അവരോട് പരിഭവമൊന്നുമില്ല. ഇതിന്റെ തിരിക്കുന്ന ഒറ്റയുടെ പോലെ നിത്യതയെ നഷ്ടമാക്കി കളയരുത്. ആ കെടാത്ത തീയിൽ വീഴരുത്. പരിശുദ്ധന്മാർ ആഗ്രഹിക്കുന്നു നിന്നെ കഴുകി വൃത്തിയാക്കുന്നത് എന്തിനാ? ആ നിത്യരാജ്യത്തിലേക്ക് നിന്നെ അടുപ്പിക്കാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാമോ? നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളൊന്ന് അടയ്ക്കാമോ? ആ പണിത് പുറത്തു കൊണ്ടുവരുന്ന ദൈവ സാന്നിധ്യം കർത്താവ് വെളിപ്പെടുത്തു. ഈ ജൂലൈ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു കൊണ്ടിരിക്കുമ്പോ പെട്ടകം അരരാത്തു പർവ്വതത്തിൽ ഉറച്ചത് ജൂലൈ മാസം 17-ാം തീയതിയാണ്. 17-ാം തീയതി പെട്ടകം ഉറച്ചെങ്കിൽ നിന്റെ പെട്ടകത്തെ തകർത്ത് കളയാൻ നിൽക്കുന്ന ചില ദുഷ്ട വ്യാപാരങ്ങളെ പരിശുദ്ധം ഇന്ന് പൊട്ടിക്കാൻ പോവുക. ഒന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ. ഇന്നത്തെ മെസ്സേജ് തുടങ്ങുന്നതിന് മുമ്പേ ദൈവമേ എന്നോടൊന്ന് സംസാരിക്കണം. എത്ര പേര് പറയും ദൈവമേ എന്നോടൊന്ന് സംസാരിക്കണമേ? അതിനു മുമ്പായി നിങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന വഴിപാടുകളൊന്ന് കയ്യിലെടുത്തേ. ദൈവത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്, ഹല്ലേലൂയ, ദൈവരാജ്യത്തിന് കൊണ്ടുവന്നിട്ടുള്ളത്. നമ്മുടെ കൺവെൻഷൻ മീറ്റിംഗുകൾ 29-ാം തീയതി നടക്കുകയാണ്. പ്രിയ അഭിഷിക്തൻ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്യും. ഈ ഹാളിൽ വെച്ച് തന്നെ ആയിരിക്കും ആ മീറ്റിംഗ് നടക്കുന്നത്. ആ കാര്യം കൂടെ ഓർമ്മിപ്പിക്കുന്നു. എല്ലാവരും ദൈവത്തിന് കൊണ്ടുവന്നിട്ടുള്ള നന്മകളെ ഒന്ന് കൈകളിലേക്ക് എടുത്തേ. കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി നമുക്ക് കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, അത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷമാണ്. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ചിലത് തുറക്കുവാൻ ദൈവത്തിന് കഴിയും. ആർക്കും തുറക്കാൻ കഴിയാത്ത ചില വാതിലുകൾ തുറക്കാൻ കഴിയുക. കർത്താവിന്റെ വചനം പറയും, എന്നെ പരീക്ഷിപ്പില്ല. എന്തിനാ പരീക്ഷിക്കണേ? ദശാംശവും വഴിപാട് നൽകി എന്നെ പരീക്ഷിക്കാം. വേറെ ഒന്നിനെ കർത്താവിനെ പരീക്ഷിക്കാൻ പറ്റത്തില്ല. ലോഭമായി വിതയ്ക്കുന്നവർ ലോഭമായി കൊയ്യോ, ധാരാളമായി വിതയ്ക്കുന്നവർ ധാരാളമായി കൊയ്യോ. ദൈവാത്മാവിനോടൊക്കെയോ പറയുക, നിന്റെ ഹൃദയം കൊണ്ട് നിന്റെ കയ്യിൽ എന്തായിരിക്കണേ? അത് ദൈവത്തിന് പ്രസാദമാണെങ്കിൽ അതിന്റെ പ്രതിഫലം നിനക്ക് കർത്താവ് തരും. പരിശുദ്ധാത്മാവെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ നാദാ കൈകളിൽ ഇരിക്കുന്ന വഴിപാടുകൾ പ്രിയ മക്കൾ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഇരട്ടി പങ്കായി അനുഗ്രഹം നമുക്ക് നൽകി അനുഗ്രഹിക്കണമേ അപ്പ. ഞങ്ങൾ ഒരുമിച്ച് കൺവെൻഷൻ മീറ്റിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. ക്രമീകരണങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവെ ഇതിനു വേണ്ടി വിതയ്ക്കുന്ന മക്കളുടെ മേലെ ഇരട്ടി പങ്കായി ദൈവത്തിന്റെ വലിയ മഹത്വത്തിന്റെ കരം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബാങ്ക് ബാലൻസുകൾ ഉണ്ടാകട്ടെ കർത്താവേ. ജോലി മേഖലകൾ അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ഓ പരിശുദ്ധാത്മാവിന്റെ സംരക്ഷണം വ്യാപരിക്കപ്പെടട്ടെ. ആരോഗ്യം ഉണ്ടാകട്ടെ അപ്പ. ഇവിടെ ജീവിതത്തിന്റെ സകല സാഹചര്യങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ കർത്താവേ. ഒന്നിനും കുറവില്ലാതെ റിവൈവൽ ഫയർ ഗ്ലോബൽ മിനിസ്ട്രിയുടെ എല്ലാ മക്കളെയും കുടുംബങ്ങളെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ തലമുറകളെയും അങ്ങ് മാനിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സഭയെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഭയിലെ ഓരോ മക്കളെയും ദൈവത്തിന്റെ സാന്നിധ്യത്താൽ അങ്ങ് മൂടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബാലസിംഹോടെ കിട്ടാതെ വിശന്നിരിക്കുക. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ലല്ലോ അപ്പ. ഒരു നന്മയ്ക്കും കുറവില്ലാതെ ദൈവം നമ്മുടെ മക്കളെ എല്ലാവരെയും പാലിക്കണം അപ്പ. ഞങ്ങൾ ഒരുമിച്ച് ശുശ്രൂഷയ്ക്കായി എഴുന്നേൽക്കുമ്പോൾ കാലാവസ്ഥയെല്ലാം ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണം. ശുശ്രൂഷകരെ വളരെ നേരത്തെ എത്തിച്ചേർക്കണം. കൊയറങ്ങളെ ബലപ്പെടുത്തണേ യേശുപ്പ. ഒരു ഉണർവിന്റെ ആരാധന 3-ാമത്തെ വാർഡ് കൺവെൻഷൻ നടത്തുവാൻ സ്വർഗ്ഗം ഞങ്ങളുടെ കരങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ഞങ്ങളുടെ ഗ്രൂപ്പിനെ ശക്തീകരിച്ചല്ലോ. ഇതിന്റെ താഴ്വാപ്പതിലോട് നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെയും ബ്ലെസ് ചെയ്യുന്നു. ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കൊയറങ്ങൾ മുമ്പോട്ട് വരും. ഒരു ഗാനം ആലപിക്കുമ്പോൾ സ്തോത്രങ്ങൾ.